കേരള സർവകലാശാല അക്കാദമി കൌൺസിലിൽ തർക്കം. കരട് നയത്തിൽ യുജിസിയെ പ്രതിഷേധം അറിയിക്കണമെന്നാവശ്യപ്പെട്ട് ഇടതംഗങ്ങൾ കൌൺസിലിൽ പ്രമേയം അവതരിപ്പിച്ചു. അജണ്ടയിലില്ലാത്ത വിഷയം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വൈസ് ചാൻസലർ പറഞ്ഞതാണ് പ്രതിഷേധത്തിന് കാരണം. പ്രതിഷേധത്തെ തുടർന്ന് വിസി പ്രമേയം മിനിറ്റ്സിൽ രേഖപ്പെടുത്താമെന്ന് അറിയിച്ചു. ഗോപാൽ ശീലാസനൽ ചേരുന്നു. ഗോപാൽ, വിശദാംശങ്ങൾ. ധനിയ, ഇന്ന് ചേർന്ന അക്കാദമിക് കൗൺസിൽ യോഗത്തിലാണ് ഇത്തരത്തിലൊരു തർക്കമുണ്ടാകുന്നത്. അക്കാദമിക് കൗൺസിൽ യോഗവുമായി ബന്ധപ്പെട്ട് ഇന്ന് വിവിധ അജണ്ടകൾ ചർച്ച ചെയ്തിരുന്നു. അതിൽ ഒരു അജണ്ടയിലില്ലാത്ത വിഷയം ഇടതംഗങ്ങൾ ഉന്നയിച്ചതോടുകൂടിയാണ് ഈ ഒരു പ്രശ്നമുണ്ടാകുന്നത്. അതായത് വിവാദമായ UGC കരട് നയത്തിനെതിരെ UGCയെ പ്രതിഷേധം അറിയിക്കണം എന്ന പ്രമേയമാണ് ഇടതംഗങ്ങൾ ഈ യോഗത്തിൽ മുന്നോട്ട് വെച്ചത്. എന്നാൽ അജണ്ടയിലില്ലാത്ത വിഷയമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വൈസ് ചാൻസലർ ഈ പ്രമേയം അംഗീകരിക്കാൻ തയ്യാറായില്ല. യോഗത്തിൽ പങ്കെടുത്ത 82 അംഗങ്ങളിൽ 80 പേരും ഈ പ്രമേയത്തെ അനുകൂലിച്ചു. BJP അംഗങ്ങളായ 2 പേർ മാത്രമാണ് ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. തുടർന്ന് വൈസ് ചാൻസലറും ഇടതംഗങ്ങളും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കമുണ്ടായി. ഒടുവിൽ ഈ പ്രതിഷേധത്തെ തുടർന്ന് ഈ പ്രമേയം അംഗീകരിച്ചതായും മിനിറ്റ്സിൽ രേഖപ്പെടുത്താമെന്നും വൈസ് ചാൻസലർ അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് അതായത് ആ പ്രമേയം അംഗീകരിക്കുന്നത് ചട്ടവിരുദ്ധമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ BJP അംഗങ്ങളായിട്ടുള്ള വിനോദ് കുമാറും PS ഗോപകുമാറും ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ പ്രതിഷേധത്തെ തുടർന്ന് വൈസ് ചാൻസലർ ഈ പ്രമേയം അംഗീകരിച്ചിട്ടുണ്ട്. UGCയെ ഈ തങ്ങളുടെ പ്രതിഷേധം സംസ്ഥാനത്തെ പ്രധാന സർവകലാശാല എന്ന നിലയ്ക്ക് കേരള സർവകലാശാലയുടെ പ്രതിഷേധം അറിയിക്കാനാണ് ഇന്നത്തെ യോഗത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം. ശരി ഗോപാൽ.